കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്ത് ചരിത്രമെഴുതിയ പ്രിയദർശിനി പദ്ധതി പ്രതീക്ഷയുടെ വേഗചക്രങ്ങളിലേറി ജനഹൃദയങ്ങളിലൂടെ പുതുയുഗയാത്ര തുടരുകയാണ്. കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ദീർഘദർശനത്തിന്റെ സാക്ഷാത്കാരമാണിത്. ഓർഡിനറി വിഭാഗത്തിലുള്ള 3000-ത്തിലധികം ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും സൗജന്യയാത്ര ലഭ്യമാകുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന് ആദ്യമായിട്ട് നന്ദി പറയാണ്. വാക്ക് പാലിച്ചല്ലോ, ആദ്യമായിട്ട് ഈ സൗജന്യയാത്ര കൊണ്ടുവന്നതിന് വാക്ക് പാലിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരു വീട്ടു ജോലിക്കെല്ലാം പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ചില സമയങ്ങളിൽ ബസ്സിന് പൈസ ഇല്ലാതെ ആയുർവേദ കോളേജിൽ നടന്ന കാലമുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വരെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്നൊരു മോചനം കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. സർക്കാർ അധികാരത്തിലേറി 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയ പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി എന്നത് അഭിമാനകരമാണ്. ജൂൺ 15-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ പ്രിയദർശിനി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതുപ്രതീക്ഷ നൽകുന്ന ഉറച്ച ചുവടുവയ്പായി മാറി. കൂലിപ്പണിക്കൊക്കെ പോണവരും ഡെയിലി യൂസ് ചെയ്യാൻ വരുമ്പോൾ ബസ് ചാർജ് തന്നെ നമുക്ക് മാസം തോറും കിട്ടുന്ന പൈസ അതിൽ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ വളരെ പാവപ്പെട്ടവർക്ക് ഒരുപാട് സൗജന്യമാണ് ഇപ്പോഴത്തെ സർക്കാർ ഇത് ചെയ്തേക്കണം. അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. അത് അവസാനം വരെയും മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നല്ല കാര്യമാണ്. ജോലി ആവശ്യങ്ങൾക്കായി ദിനംപ്രതി സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് യാത്രാ ചെലവിൽ ലഭിക്കുന്ന ലാഭം സമ്പാദ്യമായി മാറുമ്പോൾ അതവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ആത്മവിശ്വാസത്തിനും പുതിയ കരുത്താകുന്നു. സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുത്തേക്കണ നമുക്കെല്ലാവർക്കും നല്ല ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ജോലിക്ക് പോണവർക്കായാലും പെട്ടെന്ന് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസായിട്ട് ഇറങ്ങി പോണവർക്കായാലും സ്ത്രീകൾക്ക് ഇപ്പം നല്ലപോലെ ഇറങ്ങി പോകാൻ പറ്റും. നല്ല കാര്യമാണ്. സർക്കാർ പ്രതിവർഷം 800 കോടി രൂപ വരെ ചെലവഴിക്കുന്ന പ്രിയദർശിനി പദ്ധതി കേവലം ഒരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള ശക്തമായ മുന്നേറ്റമാണ്. എനിക്ക് വീട്ടിൽ പോകാൻ കുറച്ച് കാശാവും, കുറച്ച് ദൂരെയാണ് വീട്. ഈ പ്രിയദർശിനി എന്നോടെ എനിക്ക് മാസത്തിൽ പൈസ കുറയാണ്. ആ പൈസ എനിക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. വീടുകളിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സഞ്ചരിക്കാൻ കേരളത്തിലെ പെൺകരുത്തിന് ശക്തി പകരുകയാണ് നമ്മുടെ സർക്കാർ.